ഹലോ ഗായ്സ്, ഇത് നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങളാണ്. കുറച്ച് ലേറ്റായി പോയെന്നറിയാം. കാര്യം നമ്മൾ ഓണപരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചത്. അപ്പോൾ ഇത് ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരത്തെ വീഡിയോ ആണ്. ഉത്രാടത്തിൻ്റെ അന്ന് രാവിലത്തെ വീഡിയോ. നമ്മളിതേ പൂ മേടിക്കാൻ വേണ്ടി പുത്തനങ്ങാടിക്ക് പോകണം. അപ്പോൾ നമുക്ക് പൂ മേടിച്ചാലോ? അപ്പോൾ ഗായ്സ്, നമ്മളിതേ പുത്തനങ്ങാടിയിലെത്തി. ഇവിടുത്തെ പൂവിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ കിറ്റിനകത്ത് നിറച്ച് വെച്ചേക്കണ പൂവിന് 150 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതാണ് വാങ്ങിയത്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ? ഇത് ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരത്തെ വീഡിയോ ആണ്. നമ്മൾ പൂവൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത്ത ഇട്ട് കൊടുക്കാൻ. നമ്മൾ ഇവിടെ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയിലാണ് പൂക്കളം ഇടുന്നത്. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ നമ്മുടെ പൂക്കളമൊക്കെ സെറ്റായി നമുക്ക് കാണാൻ രീതിയിലാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡിയാക്കിയാലോ? അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ വെച്ചത് നമ്മൾ ഇന്നത്തെ ഇഞ്ചിക്കറിയാണ് നാളെ രാവിലത്തേക്കുള്ള. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇനി ഒന്ന് തൊലി കളയണം. കാര്യം നമ്മുടെ മാങ്ങാച്ചാറിന് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി വെളുത്തുള്ളി തൊലി കളയാൻ പോവുകയാണ്. ഇത് ഇവിടെയായിട്ട് നമ്മുടെ അത്തപ്പൂക്കളത്തിനുള്ള തറയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അവിടെയായിട്ടാണ് നമ്മൾ അത്തപ്പൂക്കളം ഇടുന്നത്. അപ്പോൾ ഗൈസ്, ഇതിപ്പോൾ രാത്രി 12 മണിയായി. നമ്മൾ പൂക്കളം ഇട്ട് തുടങ്ങി. അപ്പോൾ വീണക്കുടി ചേച്ചിയാണ് പൂക്കളം ഇടുന്നത്. ചേച്ചി തന്നെ ഡിസൈൻ ചെയ്താണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് സഹായിക്കാൻ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പൂക്കളം ഇടുവാണ്. അപ്പോൾ ഗൈസ്, രാത്രി 12-12:30 സമയത്ത് എല്ലാവരും കൂടി കുത്തിയിരിക്കുവാണ് അത്തപ്പൂക്കളം ഇടാൻ. സിന്ധുവമ്മയുണ്ട്, വീണക്കുടി ചേച്ചിയുണ്ട്, വിഷ്ണു ചേട്ടനും മൃദുക്കുട്ടനും ഉണ്ട്. ഇവിടെ ഇച്ചിരി അങ്ങനെ ഗൈസ്, നീണ്ട പരിപാടിക്ക് ഒടുവിൽ ഇപ്പോൾ രാത്രി 2:30 നമ്മുടെ അത്തപ്പൂക്കളം ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം. അപ്പോൾ നമുക്ക് ഇനി കിടന്നുറങ്ങിയിട്ട് ഒരു 4 മണിയാകുമ്പോൾ എണീക്കണം. ഏതാണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉറങ്ങാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഉറങ്ങാം.